ചില പേരൻസ് ഇപ്പൊ ഈ പറഞ്ഞ പോലെയാണ്, അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും. ഒരിക്കലും അത് അവർക്ക് വിഷമം ഉണ്ടാക്കണം എന്നോ അല്ലെങ്കിൽ അവരെ താഴ്ത്തണം എന്നോ എന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ആ പേരന്റ് പറയുന്നത്. നീ അവനെ കണ്ടുപിടിക്കുക, അവന് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ പറയുന്നത്. ഈ അൺഇൻറ്റൻഷനലി പേരൻസ് ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ആങ്സൈറ്റിയിലേക്കും ഡിപ്രഷനിലേക്കും ട്രിഗർ ചെയ്യുന്നത്. കമ്പാരിസൺ ഉണ്ടല്ലോ, അത് നമുക്ക് വരുന്ന മോസ്റ്റ് ഓഫ് ദ കേസസിലും വരുന്നുണ്ട്. അത് പേരൻസ് അറിയാതെ ഈ പറയുന്ന അൺഇൻറ്റൻഷനലി അവർ ഉദ്ദേശിക്കുന്നേ ഉണ്ടാകത്തില്ല, നല്ലത് വരട്ടെ എന്ന് കരുതി പറയുന്നതാണ്. പക്ഷേ ഞാൻ അപ്പോൾ പേരൻസിനോട് പറയാറുണ്ട്, നിങ്ങളെ ഇപ്പോഴ് ഒന്ന് കമ്പയർ ചെയ്യുക. അവന്റെ ഭാര്യയാണ് കുറെ കൂടെ സുന്ദരി, അവളുടെ ഒരു ഫിഗർ കണ്ടോ, തീർന്നു കഴിഞ്ഞു, അല്ലെ അവന്റെ മസിൽ കണ്ടോ എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ അഡൾട്ട് ആണല്ലോ, നിങ്ങളുടെ 30s 40s ഒക്കെ ഉള്ളവരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സ് എത്രത്തോളമായിരിക്കും മയക്ക് ചിരി വരുന്നത്, ശരിക്കും ചിരി വരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവർ പെർഫെക്റ്റ് ആണ്. കാരണം അവരുടെ പേരൻസ് പഠിപ്പിച്ചേക്കുന്നത് എന്താണ്? പെർഫെക്ഷനിസം. എങ്ങനെ പെർഫെക്റ്റ് ആകാം, എൻ്റെ കുട്ടി അവനെക്കാട്ടിലും എങ്ങനെ ബെസ്റ്റ് ആകാം, അവളെക്കാട്ടും. അതേപോലെ പലപ്പോഴും ഇപ്പോൾ 10th റിസൾട്ടൊക്കെ വന്നപ്പോൾ എത്ര കേസസാണ് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളാണ് ട്രോമറ്റൈസ് ആയിട്ട് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എങ്ങനെ ഗ്രൂപ്പിൽ പറയും, വാട്സ്ആപ്പ് ഫാമിലി ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇപ്പൊ എല്ലാവരുടെയും സ്കോറിന്റെ സ്ക്രീൻഷോട്ട് അയക്കണം. അപ്പൊ എൻ്റെ അമ്മ എന്തു പറയും, അപ്പൊ എൻ്റെ അമ്മ അതോർത്ത് വിഷമിക്കുകയാണ്. അപ്പൊ ഞാൻ ആ ഗിൽട്ടങ്ങ് എടുക്കുവാണ്. അതിന് കുഞ്ഞിനെ എൻ്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് വരേണ്ട ആവശ്യം വരുവാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് എന്തിനാണ് നമ്മൾ പുഷ് ചെയ്യണത് കുഞ്ഞുങ്ങളെ? എന്നിട്ട് എന്താ നമ്മൾ നേടുന്നത് അല്ലേ? ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്കില്ല. അവർ നോക്കുന്ന പേരൻസ് ബിക്കോസ് അവരുടെ പ്രഷർ കാരണമാണ്. കാരണം ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നതാണ്, എന്താണ് ഈ കുട്ടിക്ക് സംഭവിച്ചത്, ഈ ഇന്നത്തെ കാലത്ത് ഇത്രയും മാർക്കും വെച്ചിട്ട് എന്ത് ചെയ്യാനാ എന്നുള്ള ജഡ്ജ്മെന്റിനെ പേടിച്ചിട്ടാണ് ഈ പേരൻസ് വറി ചെയ്യുന്നത്. ആ വറീസ് കുറച്ചെങ്കിലും കുട്ടികളുടെ മേലിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ കുട്ടികൾക്ക് പറ്റുന്നതല്ലേ ചെയ്യാൻ പറ്റൂ. ഈ ഒരു കോമ്പറ്റേറ്റീവ് വേൾഡിൽ എല്ലാവരും പഠിക്കുന്നവരാണ്. നമ്മളൊക്കെ പണ്ട് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് ബെഞ്ചേഴ്സ് രണ്ട് ബെഞ്ചിലുള്ളവരായിരിക്കും പഠിക്കുന്നത്. ബാക്ക് ബെഞ്ചേഴ്സ് പറയുന്ന ഒരു മിഡിൽ തൊട്ട് അങ്ങോട്ട് ഫുൾ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ഒരു 10 പേരായിരിക്കും പഠിക്കുന്നത്. അവര് അത് വെച്ച്, പക്ഷെ അവരൊക്കെ ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത് ബാക്ക് ബെഞ്ചേഴ്സ് ആയിരിക്കും ചിലപ്പോൾ മുന്നിൽ വന്നത്. അത് രണ്ടാമത്തെ ഹിസ്റ്ററി. പക്ഷെ എങ്കിൽ പോലും ഇന്നത്തെ ഇപ്പൊ 50 കുട്ടികളുള്ള ഒരു ക്ലാസ് റൂമാണെങ്കിൽ 50 പിള്ളേരും പഠിക്കും. പഠിക്കുന്നെന്ന് വെച്ചാൽ ബിക്കോസ് അത് അങ്ങനെ അവരെ പുഷ് ചെയ്തേക്കണം. കാരണം സ്കൂളിന് റിസൾട്ട് വേണം.